സഹോദരങ്ങളെ, നമ്മുടെ സഹോദരിമാരെ ബഹുമാനിക്കുക എന്നുള്ളത് ശറഅ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലേക്കും നാം നോക്കിയാൽ കുടുംബങ്ങളിൽ പ്രശ്നമാണ്. മാതാപിതാക്കൾ തമ്മിൽ ഒത്തൊരുമയില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളാണ്, പരസ്പരം യോജിച്ചു പോകുന്നില്ല, മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ, പരസ്പരം മക്കൾ മിണ്ടുന്നില്ല. ഈ രൂപത്തിൽ വളരെ മോശമായ അവസ്ഥയാണ് ഇന്ന് പലയിടത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനമെങ്ങാനും നാം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും കുടുംബം ശിഥിലമാവുകയില്ല. കുടുംബത്തിനിടയിൽ ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയില്ല. അഥവാ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ നല്ല അവസ്ഥയിലേക്ക് എത്തും. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മറന്നുകൊണ്ട് ഭൗതികമായ സുഖങ്ങളും ഭൗതികമായ ആഡംബരങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം തുടങ്ങുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതല്ലാതെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് നാം ജീവിക്കാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറയും, നമ്മുടെ കുടുംബത്തിൽ സന്തോഷം അധികരിക്കും, കുടുംബം സന്തുഷ്ടമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അധ്യാപനം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ നീ എങ്ങനെ പോകണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ കുടുംബത്തിനോട് നീ എങ്ങനെ സഹവസിക്കണമെന്ന് ഇസ്ലാം നിനക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ നീ പാലിക്കാൻ തയ്യാറാവുക. കുടുംബത്തിന്റെ അടിസ്ഥാനം തന്നെ എന്താണ്? ഭാര്യയും ഭർത്താവും. കുടുംബത്തിന്റെ അടിസ്ഥാനം ഭാര്യയും ഭർത്താവുമാണ്. അവർ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഭാര്യയെ തിരഞ്ഞെടുക്കേണ്ടത്? ശരിയായിട്ട് നമുക്ക് അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഭർത്താവിനെ തിരഞ്ഞെടുക്കേണ്ടത്? ഇസ്ലാമിന്റെ അധ്യാപനം വ്യക്തമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സംസാരം ശ്രവിക്കുന്ന സഹോദരങ്ങൾ ഇത് പഠിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതല്ലാതെ പാശ്ചാത്യന്റെ ലോകവും കണ്ട് അവന്റെ പിന്നാലെ നടന്ന് വളരെ മോശപ്പെട്ട ജീവിത രീതി നയിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം. ഇതിലാണ് യഥാർത്ഥ സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുൻകഹുൽ മർഅതു ലിഅർബഅ, 4 കാര്യങ്ങൾക്ക് മേലാണ് ഒരു സ്ത്രീയെ ആളുകൾ വിവാഹം ചെയ്യുക. ലിമാലിഹ, ഒന്നുകിൽ അവരുടെ സമ്പാദ്യം നോക്കും, വലി ഹസബിഹ, അല്ലെങ്കിൽ അവരുടെ കുടുംബ പാരമ്പര്യം നോക്കും, വലി ജമാലിഹ, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം നോക്കും, വലി ദീനിഹ, അല്ലെങ്കിൽ അവരുടെ ദീനിന്റെ വിഷയം നോക്കും, അവൾ എത്രത്തോളം അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ് എന്ന് നോക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൽ പറയപ്പെട്ട സമ്പാദ്യം നീ തെരഞ്ഞെടുത്താൽ, അതുപോലെ തന്നെ ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന സൗന്ദര്യം നീ തെരഞ്ഞെടുത്താൽ, അവളുടെ കുടുംബ മഹിമ നീ തെരഞ്ഞെടുത്താൽ നീ വിജയിക്കുമെന്നല്ല പറഞ്ഞത്. ഫൽഫർ ബിദാത്തി ദീൻ, നിനക്ക് വിജയം വേണോ? നിനക്ക് വിജയം വേണോ? സന്തുഷ്ടമായ ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ദീനുള്ള കുടുംബത്തിൽ നിന്ന് നീ പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. 7 ആകാശത്തിന് മുകളിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ അവിടെ നോക്കേണ്ടത് ദീനുള്ള പെൺകുട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി പുരുഷന്മാരുടെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളുള്ള പിതാക്കന്മാരോട് പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ, നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ മക്കളെ അന്വേഷിച്ചു വരുന്നവൻ അവന്റെ ദീനും അവന്റെ സ്വഭാവവും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അള്ളാഹുവിനെ പേടിക്കുന്നവനാണെങ്കിൽ, അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ അവനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല എങ്കിൽ, ഇല്ലാ തഫഅലുഹു തകുൻ ഫിത്നതുൻ ഫിൽ അർദ് വഫസാദുൻ അരീദ്, നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ ഭൂമിയിൽ ഫിത്നകൾ ഉണ്ടാകും. ഒരുപക്ഷേ സമ്പാദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം ചെയ്യിപ്പിച്ചു വിട്ടാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹസൻ അൽ ബസരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അരികിൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ധാരാളം ആളുകൾ അവരെ വിവാഹം ആലോചിച്ചു വരുന്നു, ആരെയാണ് ഞാൻ വിവാഹം ചെയ്യിപ്പിക്കേണ്ടത്? ഹസൻ അൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, മിമ്മൻ യത്തഖില്ലാഹ്, അള്ളാഹുവിനെ പേടിക്കുന്ന ഭർത്താവ്, അള്ളാഹുവിനെ പേടിക്കുന്ന പുരുഷൻ നിന്റെ അരികിൽ വന്ന് നിന്റെ മകളെ ചോദിച്ചാൽ അവർക്ക് നീ നൽകുക. ഫൈൻ അഹബ്ബഹ അക്രമഹ, അവൻ അവളെ ഇഷ്ടപ്പെട്ടാൽ അവനെ ആദരിക്കും, ആ പെണ്ണിനെ ആദരിക്കും, അവൾക്ക് ആവശ്യമായതെല്ലാം നൽകും. ഫൈൻ അബ്ഗളഹ, ഇനി ആ പെണ്ണിന്റെ സ്വഭാവം മോശമാണെങ്കിൽ ലം യദ്ലിമഹ, ഒരു കാരണവശാലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ അവരോട് അനീതി കാണിക്കുകയില്ല, ദുൽമ ചെയ്യുകയില്ല. സഹോദരങ്ങളെ, ഈ രണ്ട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ആളുകൾ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്ന കാര്യം എന്താണ്? ഏതൊരു വ്യക്തിയാണ് സഹോദരങ്ങളെ തന്റെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പെണ്ണ്, അവർ ദീനുള്ളവരാണോ എന്ന അടിസ്ഥാനത്തിൽ എത്ര ആളുകൾ ചിന്തിക്കാറുണ്ട്? പലരും നോക്കുന്നത് അവരുടെ കുടുംബ മഹിമയിലേക്കാണ്, അവരുടെ സമ്പാദ്യത്തിലേക്കാണ്, അവരുടെ സൗന്ദര്യത്തിലേക്കാണ്. ഇതൊന്നും നോക്കുന്നത് തെറ്റാണ് എന്നല്ല, നോക്കൽ അനുവദനീയമാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ മുഹാജിരിയായ ഒരു സ്വഹാബി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, മദീനക്കാരിയായ അൻസാരിയായ ഒരു പെണ്ണുമായി ഞാൻ വിവാഹം ഉറപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അവളെ നീ കണ്ടിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൻദുർ ഇലൈഹ, നീ അവളിലേക്ക് നോക്കുക. ഫഇന്ന ഫീ അഅ്യുനിൽ അൻസാരി ഷൈഅ, മുഹാജിരീങ്ങളുടെ കണ്ണ് പോലെയല്ല അൻസാരി പെൺകുട്ടികളുടെ കണ്ണുകൾ. അവരുടെ കണ്ണ് കുറച്ച് ചെറുതാണ്, അവരുടെ കണ്ണുകളൊന്ന് നീ നോക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ ഏതെങ്കിലും പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ കാണുക. ഫഇന്നഹു അഹ്റ അൻ യുദമ ബൈനകുമാ, ബന്ധം എന്നും നിലനിൽക്കാൻ അത് സഹായിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൗന്ദര്യം നോക്കുന്നതിൽ, കുടുംബ മഹിമ നോക്കുന്നതിൽ ഒരിക്കലും ശർഅ് എതിര് നിന്നിട്ടില്ല. പക്ഷേ അതിനേക്കാളൊക്കെ മഹത്വം നൽകേണ്ടത് അവരുടെ ദീനിനാണ്. ദീനുള്ള ചെറുപ്പക്കാരെ, ദീനുള്ള യുവതികളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുക. എന്റെ സംസാരം ശ്രവിക്കുന്നവരിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബക്കാർ അവരുടെ സമ്പാദ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബ മഹിമയുടെ പേരിൽ അത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, ദീനുള്ളവരെ എനിക്ക് വേണം. വല്ലാഹി, ദീനുള്ളവരെ നിങ്ങൾ വിവാഹം ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിന് കുറെ സഹായകമാകും. അവർ നിങ്ങൾക്ക് സന്തോഷം നൽകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ദീനുള്ളവരെ തിരഞ്ഞെടുക്കാൻ നാം ശ്രമിക്കുക. അതാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളിൽ പല ആളുകളും വിവാഹം ചെയ്തവരായിരിക്കും. എങ്ങനെയാണ് കുടുംബബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇസ്ലാമിന്റെ വളരെ വ്യക്തമായ അധ്യാപനം. ചില ആളുകളൊക്കെ എന്ന് പറയാറുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, നല്ല രൂപത്തിൽ ബന്ധം മുന്നോട്ട് പോകുന്നില്ല. ശരീഅത്ത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് നല്ല ബന്ധമുണ്ടാവുക. നല്ല ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അവരെന്ത് ചെയ്യണമെന്ന് അള്ളാഹു സൂറത്തുൻ നഹ്ലിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് നല്ല ജീവിതം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ സാലിഹായ അമലുകൾ ചെയ്യുന്നുവെങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നല്ല ജീവിതം നൽകാമെന്ന വാക്ക് ഞാൻ നൽകുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. റബ്ബിന്റെ വാഗ്ദാനം സഹോദരങ്ങളെ ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ ഭാര്യയെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുക. എന്നാൽ നല്ല ജീവിതം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ് വിശ്വാസിയുടെ കാര്യം. അവൻ എന്ത് നന്മയുണ്ടായാലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അവൻ എന്ത് പ്രയാസമുണ്ടായാലും അവൻ അതിൽ ക്ഷമ കാണിക്കുന്നു. ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം നന്മ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരസ്പരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവിന് അള്ളാഹു കാരുണ്യം നൽകട്ടെ. എന്താണ് ആ ഭർത്താവിന്റെ പ്രത്യേകത? അവൻ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു, തന്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കുകയും അവരോട് നിസ്കരിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. അഥവാ ഭാര്യ എഴുന്നേറ്റില്ല എങ്കിൽ ഒരല്പം വെള്ളമെടുത്ത് അവരുടെ മുഖത്ത് തളച്ചുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് അവരോട് നിസ്കരിക്കാൻ വേണ്ടി പറയുന്ന ഭർത്താവിനെ അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സഹോദരങ്ങളെ, ഇന്ന് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കൗൺസിലിങ്ങിന് പോകുന്ന ആളുകൾ, അവരുടെ നിർദ്ദേശങ്ങൾ തേടുന്ന ആളുകൾ, സഹോദര, നീ നിന്റെ മനസ്സിനോട് ചോദിക്കുക, ഈ കാണുന്ന സൃഷ്ടികൾ പറയുന്ന പരിഹാരമാണോ യഥാർത്ഥ പരിഹാരം? അതല്ല, എന്നെയും നിങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തന്ന പരിഹാരമാണോ ഏറ്റവും നല്ല പരിഹാരം? അള്ളാഹു പറയുന്നു, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ജീവിതം നൽകാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇത് റബ്ബിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. ചില മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ നീക്കിക്കളയാൻ അത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീനിൽ പറയുന്നു, ഫിൽ ഖൽബി ശഅസുൻ ലാ യുലിമ്മുഹു ഇല്ലൽ ഇഖ്ബാലു അലല്ലാഹ്. ചില ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്രയാസമുണ്ടാകും, ഒരു അകൽച്ച തോന്നും. ഇതിനെ മാറ്റാൻ ഒരു കൗൺസിലിങ്ങിനും സാധിക്കുകയില്ല, ഒരാൾക്കും സാധിക്കുകയില്ല. അതിനെ മാറ്റാൻ സാധിക്കുന്നത് നിങ്ങൾ അല്ലാഹുവിലേക്ക് മുന്നിട്ടിറങ്ങുക. വഫീഹി വഹ്ശത്തുൻ, ചില സമയത്ത് നമുക്ക് ഏകാന്തത തോന്നും, നമ്മുടെ കൂടെ ആരുമില്ലാത്തതുപോലെ തോന്നും, ആർക്കും നമ്മെ വേണ്ടാത്തതുപോലെ തോന്നും. ലാ യുസീലുഹ ഇല്ലൽ ഉൻസു ബില്ലാഹ്, അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ അള്ളാഹുവുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക. വഫീഹി ഹുസ്നുൻ, ചില സമയം നമ്മുടെ മനസ്സിന് വേദനയുണ്ടാകും, പ്രയാസമുണ്ടാകും. ചില ആളുകൾ പറയാറില്ലേ, എന്തോ ഒരു പ്രയാസം, എന്താണ് കാരണം
എന്നറിയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ലാ യുദ്ഹിബുഹു ഇല്ല സുറൂറു ബിമഅരിഫത്തില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് അറിയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷമല്ലാതെ ആ ദുഃഖത്തെ നീക്കിക്കളയുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബജീവിതം ഭദ്രമാകാൻ, ഭാര്യയുമായുള്ള ബന്ധം ഏറ്റവും നല്ല നിലയിലാകാൻ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീടുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാക്കുക. അള്ളാഹുവിനെ കുറിച്ച് വീടുകളിൽ പറയുക. നിങ്ങളെല്ലാവരും വീടുകളിൽ താമസിക്കുന്നവരാണ്. ഓരോരുത്തർ സ്വയം നഫ്സിനോട് ചോദിക്കുക, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് ഞാൻ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് പറയാറുള്ളത്? ചില ആളുകൾ നാട്ടുകാരെ കാണുമ്പോൾ സലാമു അലൈക്കും പറഞ്ഞ് സംസാരിക്കും. ഫോൺ വിളിച്ചാൽ സലാം പറയും, ഭാര്യയെ വിളിച്ചാൽ നേരിട്ട് കാര്യം പറയും. സലാം പറയാത്തവർ. സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സലാം പറഞ്ഞുകൊണ്ട് കയറാത്തവർ. ഭാര്യയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളോട് സംസാരിക്കുമ്പോൾ ദീനിന്റെ ഒരു ശിആറുകളും ജീവിതത്തിൽ പാലിക്കാത്തവർ. അങ്ങനെ ആവരുത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് ഹൃദയത്തിന് സമാധാനം വേണമെങ്കിൽ അല്ലാഹുവിനെ നിങ്ങൾ സ്മരിക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും ഖുബൂറ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കി മാറ്റരുത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, എങ്ങനെയാണ് വീടുകൾ ശ്മശാനമാവുക? അവിടെ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കപ്പെടാതിരിക്കുക, അവിടെ വെച്ച് ഖുർആൻ പാരായണം ഇല്ലാതിരിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലുള്ള വീടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ വീടുകളിൽ ആളുകൾ ഖുർആൻ ഓതും. എന്നാൽ ഇന്ന് എല്ലാവർക്കും തിരക്കാണ്. മഗ്രിബ് കഴിഞ്ഞാൽ യുവാക്കൾ മൊബൈൽ ഫോണുകളിലാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈലിലാണ്, അല്ലെങ്കിൽ ഭൗതികമായ പഠനത്തിന് മാത്രം സമയം ചെലവഴിക്കുന്നു. പക്ഷേ നമ്മുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഒഴിവാക്കപ്പെട്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവിടെ പിശാചിന്റെ ആധിപത്യം ഉണ്ടാകും. പിശാച് സ്വാധീനം ചെലുത്തുമ്പോൾ ഏറ്റവും അധികം പിശാച് പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടിൽ പിശാച് സ്വാധീനം ചെലുത്തുകയില്ല. നമ്മുടെ വീടുകളിൽ അവസാനമായി സൂറത്തുൽ ബഖറ ഓതിയത് എപ്പോഴാണ്? ചില ആളുകളൊക്കെ ഓതിയത് കഴിഞ്ഞ റമദാനിനായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, നിങ്ങളുടെ മക്കൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലല്ല എങ്കിൽ, അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, സഹോദരന്മാരും സഹോദരിമാരും പരസ്പരം ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, നിങ്ങൾ അവിടെ സൂറത്തുൽ ബഖറ ഓതാൻ വേണ്ടി ശ്രമിക്കുക. പിശാചിന്റെ സ്വാധീനം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ നിങ്ങളുടെ വീട്ടിൽ ഉണർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിന് സഹായം നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷം നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാഗ്ദാനം കേവലം ഈ മിമ്പറിൽ വെച്ച് ഞാൻ പറയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ജീവിതം നൽകാമെന്ന വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഭാര്യയുമായുള്ള ഇടപാടുകളിൽ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരോട് ഏറ്റവും നല്ല രീതിയിൽ നാം വർത്തിക്കാൻ തയ്യാറാവും. ഏറ്റവും നല്ല സ്വഭാവം അവരോട് കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ആരും തന്റെ ഭാര്യയെ കുറിച്ച് മോശമായി മറ്റുള്ളവരോട് പറയരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയിൽ മോശമായ ഒരു സ്വഭാവ ഗുണമുണ്ട് എങ്കിൽ അതിനേക്കാളും നല്ല കാര്യങ്ങൾ അവരിൽ ഉണ്ടാകാം. അതിൽ തൃപ്തിപ്പെടാൻ വേണ്ടി നോക്കുക. ചില ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പറയും, നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, നമുക്കിടയിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. അങ്ങനെ ജീവിക്കേണ്ടവരല്ല. കല്യാണത്തിന്റെ ലക്ഷ്യമായി അള്ളാഹു പറയുന്നത് എന്താ? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ സ്നേഹം വേണം, അനുകമ്പ വേണം, നിങ്ങളുടെ വിഷയങ്ങൾ പരസ്പരം നിങ്ങൾ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിൽ അദ്കാറുകൾ നിങ്ങൾ പതിവാക്കുന്നതിനോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബബന്ധം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ ഉർഫ് അനുസരിച്ച് അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കുക. പണ്ഡിതന്മാർ പറയുന്നു, മഅറൂഫ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, നാട്ടു നടപ്പനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക. നാട്ടു നടപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പൊതുവെ ആളുകൾ ചെയ്യുന്ന ശറഈന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. എവിടെയെങ്കിലും അവരെ കൂട്ടി ടൂർ പോവുക, നമുക്ക് സാധിക്കുമെങ്കിൽ എവിടെയെങ്കിലും അവരെ കൂട്ടി എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവുക. ഇതൊക്കെ ശറഅ് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. സൗദി അറേബ്യയിൽ സമീപകാലം ഒരു വ്യക്തി ഒരു ഷെയ്ഖിനരികിൽ വന്ന് പരാതി പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയുമായി നല്ലൊരു യോജിപ്പിലല്ല, അതുകൊണ്ട് താങ്കൾ നമുക്കൊന്ന് റുഖിയ ചെയ്തു തരണം, മന്ത്രിച്ചു തരണം. ഈ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എവിടെയാണ് താമസം? അദ്ദേഹം പറഞ്ഞു, റിയാദിലാണ്, ഇന്ന സ്ഥലത്താണ്. ഈ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ ഭാര്യ നീ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത്? അവർ പറഞ്ഞു, ജിസാൻ ഭാഗത്താണ്. അവിടെ തുറന്ന പ്രദേശമാണ്, വലിയ സ്ഥലമാണ്, റിയാദ് പോലെ തിരക്കുള്ള ഏരിയ സ്ഥലമല്ല. അങ്ങനെ ഈ ഷെയ്ഖ് ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ആവശ്യം റുഖിയയല്ല, മറിച്ച് പാർക്കുകളിലും മറ്റും ഹറാമല്ലാത്ത രൂപത്തിൽ നിങ്ങൾ വിനോദത്തിന് വേണ്ടി ഇറങ്ങുക, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നൽകുക, അതാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം. ആ ഷെയ്ഖ് പറയുന്നു, 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ അൽഹംദുലില്ലാഹ് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നമില്ല. ഇന്ന് ചില ആളുകളുടെ അവസ്ഥ എന്താ?
ഭാര്യയുമായി ഇടപഴകുമ്പോൾ വളരെ കണിശമായി അവരോട് സംസാരിക്കുന്നവർ, പുറത്തെത്തിയാൽ നല്ല സംസാരങ്ങൾ, എന്നാൽ വീട്ടിലോ വളരെ മോശപ്പെട്ട സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെതിരാണ് ഈ പ്രവർത്തനം. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് സന്തോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യുക. അവർ പറയുന്ന സംസാരങ്ങൾ അത് കേൾക്കാൻ ഒരു സമയം നാം മാറ്റിവെക്കുക. എത്ര തിരക്കുള്ളവരാണെങ്കിലും, എത്ര കച്ചവട തിരക്കുണ്ടെങ്കിലും അവരുടെ സംസാരം കേൾക്കാൻ ഒരു സമയം നിർബന്ധമായും നാം മാറ്റിവെക്കുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വലിയ ചരിത്രം പറഞ്ഞു. നിങ്ങൾ ചില ആളുകളൊക്കെ ആ ചരിത്രം കേട്ടവരായിരിക്കാം. 11 സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തു. ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത് പറയാൻ മാത്രം ഇവിടെ സമയമില്ല, അത്രയും വലിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം പൂർണ്ണമായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കേട്ടു. എന്നാൽ ഇന്ന് ചില ആളുകളുടെ അവസ്ഥ എന്താ? സ്വന്തം ഭാര്യ പറയുന്നത് കേൾക്കാൻ സമയമില്ലാത്തവർ, എപ്പോഴും മൊബൈൽ ഫോണുകളിലാണ്, അല്ലെങ്കിൽ ബിസിനസിന്റെ തിരക്കുകളിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭാര്യയുടെ കൂടെ അവരുടെ സംസാരം കേൾക്കാൻ അവരുടെ കൂടെ നാം ഇരിക്കുക. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായി വരുന്ന സമയം ഭാര്യയുടെ കൂടെ ഏറ്റവും നല്ല രീതിയിൽ നാം വർത്തിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് ഹൈദ് ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട്. ഞാൻ കുടിച്ച പാത്രത്തിൽ നിന്ന് ഞാൻ എവിടെയാണോ വായ വെച്ചത് അവിടെ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നതായി കാണാം, വആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്ന ആയത്തിനെ അദ്ദേഹം വിശദീകരിക്കുന്ന സമയം, ലാ യഅബസ ഫീ വജ്ഹിഹ ബിഗൈരി ദംബിൻ, അവർ ചെയ്യാത്ത ഒരു പാപം കാരണത്താൽ അവർക്ക് നേരെ ഒരു കാരണവശാലും മുഖം ചുളിക്കാൻ പാടില്ല എന്നാണ് ശരീഅത്തിന്റെ അധ്യാപനം. വഅൻ യകൂന മുൻതലിഖൻ ഫിൽ ഖൗൽ, അവരോട് സംസാരിക്കുമ്പോൾ, വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുക. പുറത്തുള്ള ദേഷ്യം, പുറത്തുള്ള പ്രയാസങ്ങൾ ഭാര്യയുടെ മുമ്പിലല്ല കാണിക്കേണ്ടത്. അവരോട് മോശമായി പെരുമാറിയിട്ടല്ല കാണിക്കേണ്ടത്. മക്കളോട് മോശമായി പെരുമാറിയിട്ടല്ല സഹോദരങ്ങളെ കാണിക്കേണ്ടത്. അതുകൊണ്ട് ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളത് ശരീഅത്തിന്റെ അധ്യാപനമാണ്.